അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോലാലമേട് ഭാഗത്താണ്. ഈ ഭാഗത്ത് നിന്ന് ടാറിങ് വർക്കുകൾ ഇവിടെ ആരംഭിച്ചിട്ടില്ല. ഇത് ഉടൻ തന്നെ ഇവിടുന്ന് തുടങ്ങുമായിരിക്കും. ഇതിൻ്റെ പണികൾ ഇവിടുന്ന് തന്നെ തുടങ്ങാനുള്ള ഈ വളവിൽ കുറച്ച് കെട്ടുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ടാറിങ് തുടങ്ങിയിട്ടുണ്ട്. അതായത് കോലാലമേട് ഭാഗത്താണ്, തങ്ങൾപ്പാറയുടെ ഭാഗത്തായി. തങ്ങൾപ്പാറ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയേക്കുന്നത് 2.5 കിലോമീറ്റർ എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പം നടന്നിട്ടിരിക്കുക. അവർക്ക് നല്ല പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞത് നമ്മൾ മഴക്കാലത്തിന് മുന്നേ തീരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കാം. മഴക്കാലത്തിന് മുൻപ് തീരാൻ സാധ്യത കുറവാ. നടക്കാൻ പറ്റത്തില്ല ഇവിടുന്ന് ഇങ്ങോട്ട്. കാറ്റേ ടാറിങ് എടുക്കണല്ലേ? ഇതിന്റെ അടുത്ത സെക്ഷൻ ചെയ്യണ്ടേ? നയിക്കാം. ഇവിടെ എന്നാ വർക്ക് ചെയ്യുന്നേ? എവിടെയാ? नाम? मेरा नाम राहुल यूपी से। ടാറിങ് എവിടെ വരെ ഉണ്ടേ? മാസ്ക് മാറ്റുന്നു. ഇവിടെ നമ്മുടെ 2 നായ്ക്കൂട്ടങ്ങളുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അവിടെ നിന്ന് അവന്മാർ നോക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സൈഡിലെ വർക്കുകൾ ഇതാ ഇവിടെ വരെ കൊണ്ട് തീർന്നു. വണ്ടി കിട്ടി. ഓട്ടോ ഇവിടെ വരെയാണ് ടാറിങ് ഇവിടുന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അപ്പുറത്തോട്ട് ചെയ്തിട്ടുണ്ട് ചേട്ടാ. അല്ലേ? പൊടിയൊക്കെ ഇട്ട് ഇത് ചെയ്തേക്കുവാണ്. എന്നീ കാറ്റുണ്ടായിരുന്നോ? അതോ ഇത് ഇന്നത്തെയാണോ? ഇന്നത്തെ കാറ്റല്ലേ? എന്റെ വീട് വല്യന്റെയാണ്. ചേട്ടൻ 2 പേര് അതാണോ? ഈ ഭാഗത്ത് ഇതിന്റെ പണികൾ നടക്കുന്നുണ്ട്. ഇവിടെ ശേഷം ഈ ഭാഗത്ത് BMPC നിലവാരത്തിലുള്ള ടാറിങ്ങിന്റെ BN ലെവല് വർക്കുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. മാറ്റി കയ്യിലെ ഇടിപ്പിച്ച് ചേർപ്പിച്ചു.
ഇവിടെ ഇനി ഒരു സെക്ഷൻ കൂടി ഇടാറുണ്ടല്ലേ? ആ ബില്ല് മൂന്നാല് ദിവസം കൊണ്ട് തീരുമോ? 4-5 ദിവസം കൊണ്ട് തീരുമോ? ഇവിടുത്തെ പ്രശ്നം മാറിയോ? അതെ, ഈ ഭാഗത്തെ പ്രശ്നം മാറിയോ? ഇവിടെയാണ് നിലവിൽ ഈ കോലാലമ്പൂര് ഭാഗത്തെ റോഡിലെ വിഷയമായിട്ട് റോഡിൽ വീതി എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിട്ട് ഇവർക്കുള്ള വഴി അല്ലാതെ കൊടുക്കുമോ? ആണോ? ഇതിലായിരുന്നു വഴി ചേട്ടനും. പണിയിട്ട് തരാന്ന് പറഞ്ഞു. പണിയുള്ള പണിയുടെ പ്രശ്നമായിരുന്നു. ഞാൻ വലിയ താമസിക്കുന്നത് റോഡിന്റെ പണിയൊക്കെ തുടങ്ങിയില്ലേ? വീഡിയോ എടുക്കാൻ വേണ്ടി. ഇവിടുത്തെ അവിടെ ഇടഭാഗത്ത് നമ്മുടെ തങ്ങൾമാരുടെ ഭാഗത്താണ് ടാറിങ് നടന്നത്. എന്നാണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന് നമ്മള് വാർത്തയൊക്കെ ഇട്ടായിരുന്നു. കണ്ടായിരുന്നോ? കാണിച്ചോ? ആ അല്ലേ, ഇതിന് ടാറിങ് തുടങ്ങിയിട്ടുണ്ട്. ടാറിങ് തുടങ്ങി. ഞാൻ സലീം, കോലാഹലമേട്, തങ്ങൾപ്പാറ ജംഗ്ഷൻ. റോഡിന്റെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ടാറിങ് തുടങ്ങിയിട്ടുണ്ട്. അതായത് കോലാലമേട് ഭാഗത്താ, തങ്ങൾപ്പാറയുടെ ഭാഗത്തായി. തങ്ങൾപ്പാറ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയേക്കുന്നത് 2.5 കിലോമീറ്റർ എന്നാണ് അവര് പറഞ്ഞത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. വർക്ക് നല്ല പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പറഞ്ഞത് നമ്മള് മഴക്കാലത്തിന് മുന്നേ തീരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കാം. മഴക്കാലത്തിന് മുൻപ് തീരാൻ സാധ്യത കുറവാ. താഴോട്ടുള്ള പണികൾ ഇപ്പം പെൻഡിങ് ആണെന്ന് അവര് പറഞ്ഞു. അവര് 2-3 കല്ലിങ് ഏതാണ്ട് അവിടെ വാർത്തോണ്ടിരിക്കുകയാണ്. അവര് പറയുന്നത് തീർക്കുമെന്നാണ് അവര് പറയുന്നത്. കൃത്യമായിട്ട് അങ്ങ് അറിയുന്നില്ല. അപ്പം അതിന്റെ എഞ്ചിനീയേഴ്സ് ഒക്കെ വന്ന് എല്ലാം നോക്കുന്നൊക്കെ ഉണ്ട് അവര് കാര്യങ്ങൾ. നിലവിൽ നമ്മള് കഴിഞ്ഞ താഴെ ഇപ്പം വരുന്ന വഴിക്ക് പണികളൊക്കെ നടക്കുന്ന കണ്ടു. ഇടയ്ക്കൊന്ന് തൊട്ടപ്പുറത്ത് വരെ വന്നായിരുന്നു. ഈ ഭാഗത്ത് കെട്ടിന്റെ ഒരു പ്രശ്നമായിട്ട് കിടക്കുമായിരുന്നു അല്ലേ? ആ കെട്ടിന്റെ ഇവിടെ ഒരു ചെറിയ തടസ്സം ഉണ്ടായിരുന്നു. ആ തടസ്സം അതിപ്പം മാറിയിട്ടുണ്ട്. ഒരു മാസമായിട്ട് അത് ഒരു 10-40 ദിവസമായി പെൻഡിങ് ആയിട്ട് പോയി. അതങ്ങനെ ഒരു കേസ് ഉണ്ടായി. അത് സംഭവം കാര്യമൊന്നുമില്ല. ആദ്യം അനുവദിച്ചതാ. രണ്ടാമത് പിന്നെ അവര് ആരോ ഒന്നിളക്കി അവര് കൊടുക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു തടസ്സം ഉണ്ടായി. നിലവില് ഇപ്പൊ ഇവിടുന്ന് ടാറിങ് തീരുവാണെങ്കിൽ ഇവിടുന്ന് തുടങ്ങുമായിരുന്നു നല്ലതാ. കെട്ടുകാരനായിരിക്കും ഇവിടുന്ന് തുടങ്ങാൻ തന്നെ. കെട്ടിന്റെ പണി നടന്നോണ്ടിരിക്കുമല്ലേ. ഇപ്പൊ ഒരാഴ്ചക്കുള്ളിൽ അത് ക്ലിയർ ആകുമെന്നാ ഇവര് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ അങ്ങനെയാ. ഇനി റോഡ് എല്ലാം കുത്തിപ്പൊളിച്ച് പഴയ കോൺക്രീറ്റിൽ എടുത്ത് മാറ്റണ്ടേ, അതുകൊണ്ടാണ്. അത്രയും ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ അത്രയും ഭാഗം കഴിഞ്ഞാൽ പിന്നെ തീർന്നു. മാർച്ചിൽ ഇത്രയും ഭാഗത്തെ പണി തീരുമായിരിക്കും. മാർച്ചിൽ എന്തായാലും തീർക്കും. ഈ ഭാഗത്തെ പണിയും 2.5 കിലോമീറ്റർ തീരും. അത് കഴിഞ്ഞ് അതാ അവര് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന അതാ. പിന്നെ 4.5 കിലോമീറ്റർ പണി കിടക്കുക. ബാക്കി കിടക്കുവാണ്. ബാക്കി പക്ഷെ താഴോട്ട് അത് ഈ പറഞ്ഞ ഈ കെട്ട് തീർന്നെങ്കിൽ അധികം പണിയില്ല. ഇതിൽ ഫില്ല് ചെയ്താൽ മാത്രം ഇല്ലെന്നാ അവരും പറയുന്നേ. ഫില്ല് ചെയ്താൽ മതി. ഒരു വളവുണ്ട് കുറച്ച് അവിടെ കോൺക്രീറ്റ് ചെയ്തോണ്ടിരിക്കുക. അത് എടുത്തോണ്ടിരിക്കും. അടിവശം ലെവൽ ചെയ്ത് അത് അവര് പറയുന്നുണ്ട്. പണി സ്പീഡിൽ ചെയ്യും. അവര്
നല്ല കോൺട്രാക്ടേഴ്സ് ആ, വലിയ കുഴപ്പമൊന്നുമില്ല. അതുമല്ല എല്ലാ സാമഗ്രികളും അവർക്കുണ്ടല്ലോ. അപ്പം ഇവിടെ തന്നെയല്ല മറ്റു പല സ്ഥലങ്ങളിലും പണി നടക്കുന്നതായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. വളരെ നന്ദി. ഓക്കെ, നമ്മുടെ വിവരങ്ങളൊക്കെ പങ്കുവെച്ചാൽ ഓക്കെ, ഈ വരുമ്പോഴും കയറി വരാം. ആയിക്കോട്ടെ. കഴിഞ്ഞ തവണ ഒക്കെ വന്നപ്പോൾ ഈ ഭാഗത്തെല്ലാം നമുക്ക് വണ്ടി കിട്ടിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തൊന്നും വണ്ടി കിട്ടിയിട്ടില്ല. അങ്ങോട്ടൊരു ഓട്ടോ കിട്ടി. തിരിച്ച് ഈ വണ്ടി കിട്ടിയില്ലെങ്കിൽ ഒരുപാട് ദൂരം നടക്കേണ്ടി വരും. ഏതെങ്കിലും വണ്ടി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടുത്തെ മെയിൻ റോഡ് ഭാഗത്തെ വാഗമണിലുള്ള മെയിൻ റോഡ് ഭാഗത്തെ ടാറിങ് നടക്കുന്നു. പിടിച്ചോ തിരിഞ്ഞിരിക്കാം. പുറത്തോട്ടോ. പുറത്തോട്ടോ. വലിയതാ. ആ ഇളങ്കാട്. ഇപ്പുറം. ഇളങ്കാട് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരികയല്ലേ? സന്തോഷക്കാരൊക്കെ ഇന്നലെ കിട്ടില്ല. ഇന്ന് ഞാൻ രാവിലെ ലൈവ് ഇട്ടു. ആ ഇതിനകത്തേ നമ്മുടെ പേരാ വിപിനോ. ആ ഇവിടെയാണോ താമസം? അങ്ങോട്ട് തുറക്കില്ലേ. അപ്പൊ ആൾക്കാരെ ടാറിങ് ഞാൻ അപ്പുറത്തൊരു ലൈവ് ഇട്ടായിരുന്നു ടാറിങ്. പക്ഷെ ഫുള്ളായിട്ട് തുടങ്ങിയിട്ടില്ല വർക്ക്. ആ കുറച്ച് ഭാഗത്തല്ലേ ചെയ്തു.
ഇവിടെ എന്നാ വർക്ക് ചെയ്യുന്നേ? ആ എവിടെയാ? ആ ആ വല്ല കിട്ടുമെന്ന് പോലും ഇടത്തില്ല ക്യാമറയിൽ അല്ല പൊടി. പൊടി കാറ്റത്ത് മുമ്പത്തെ കാറ്റത്ത് വെച്ചാൽ അവിടെ നിക്കത്തില്ലായിരുന്നു. ടാർഗറ്റ് ചെയ്താണ് ഇരിക്കുന്ന സ്ഥലത്തേ. ആ നമുക്ക് ബിബിൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനെ വഴിയിൽ നിന്ന് കിട്ടിയതുകൊണ്ട് നമ്മുടെ യാത്ര ഇങ്ങോട്ട് എളുപ്പമായിരുന്നു. അല്ല നമ്മുടെ കാര്യം പറഞ്ഞേ. ടാറിങ്ങിന്റെ പണികൾ ഇവിടെ തൊട്ട് ആരംഭിച്ചിരിക്കുന്നത്. ആ വളരെ നന്ദി എന്റെ പൊന്നെ. നമുക്ക് അതിലത്തെ എത്ര സമയം പോകുന്നത് ചെന്നിട്ട് ലോട്ടറി ഇരിക്കാണ്. അപ്പൊ ഫ്രണ്ട് മുഖമൊക്കെ ഒന്ന് കാണിച്ചാൽ പരിചയപ്പെടുന്ന ഒരു ഭാഗം. നമ്മളിപ്പോ കോലാലമേട് ഭാഗത്ത് നിന്ന് നമ്മളെ ഇവിടെ വരെ എത്തിക്കാൻ സഹായിച്ച ഇദ്ദേഹമാണ്. നമ്മുടെ പേരെന്നാ? നിതിൻ. നിതിന്. ആ നിതിൻ അല്ലേ? ഇവിടെ എന്ത് വർക്ക് ചെയ്യുന്നേ? ഞാനിവിടെ വെൽഡിങ്ങിന്റെ വർക്ക്. ഈ ഭാഗത്ത് എവിടെയാ വീട്? വീട് കോലാലമേട്. കോലാലമേട്. അപ്പം വാലി എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലും സന്തോഷ് കാരാക്കരി എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജുമാണ്, പ്രൊഫൈലാണ്. അപ്പം പറ്റുമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ താങ്കളെ കോൺടാക്ട് ചെയ്യാം. ഉറപ്പായിട്ടും. താങ്ക് യു. കാറ്റ് കാരണമെന്ന് പറഞ്ഞില്ല, നമ്മുടെ കൂട്ടുകാർ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട അതേപോലെ തന്നെ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ റിസോർട്ടിലെ വർക്കിന് വന്ന നമ്മുടെ കൂട്ടുകാർ ഭയങ്കര കാറ്റ് കാരണമായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതുണ്ട്, ഇപ്പൊ തിരിച്ചു വരുമ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നതുണ്ട്. അണ്ണാ കാറ്റായോണ്ട് നിൽക്കുവാണ്. സിറാജ നീ സൂക്ഷിച്ചോളാം, കാറ്റിനനുസരിച്ച് വരുമെന്നാ പറഞ്ഞേ. ഫോട്ടോ വേണേ നമ്പർ അയച്ചു തരാം. അവര് വണ്ടി താഴോട്ട് ഒരു ഓട്ടോ പോകായിരുന്നു, നിർത്തി പോണം. തീർച്ചയായിട്ടും നമ്മൾ ഇവിടുത്തെ റോഡിന്റെ പണികൾ താഴെ വരെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നല്ല നല്ല വീഡിയോകളൊക്കെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള വീഡിയോകളൊക്കെ ഇടാൻ സാധിക്കും. കാരണം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരെ വരാനും കാണാനും ആസ്വദിക്കാനൊക്കെ സാധിക്കും. ശക്തമായ കാറ്റാണ്, അത് അങ്ങോട്ട് കയറുന്നില്ല. കാറ്റിന്റെ പവർ കൊണ്ട് ലൈൻ വരെ കിടന്ന് ആടുവാണ്. അത്ര കണ്ടുള്ള കാറ്റാ. അങ്ങോട്ടുണ്ടോ? താഴോട്ടുണ്ടോ? ആ
ഇവിടെ പെട്ടെന്ന് ഇത്രയും ആദ്യത്തെ പെട്ടെന്ന് തീരുമായിരിക്കും. ടാറിങ് ഇത് പോവാന്നാ പറഞ്ഞത് മൊത്തം. ആ. താഴെ വരെ. ഈ ജംഗ്ഷൻ വരെ. ജംഗ്ഷൻ മൊത്തം ടാറിങ് ആണോ നമ്മളവിടെ വരെ? അല്ല അവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല അത് പിന്നെ മറ്റേ ഇനിയിപ്പോ സോണിങ് അല്ലേ ഉള്ളൂ. അവിടെ സോളിംഗ് അല്ല ഈ ഭാഗത്ത് ഇനിയിപ്പോ കോലാലമേട് ഇവിടുന്ന് കിടക്കുമല്ലേ, ഞങ്ങൾ പാറയുടെ എൻട്രൻസ് വരെ കിടക്കുമല്ലോ. ചെയ്ത പണി ഭയങ്കര സ്പീഡാ. ഇലക്ഷന് മുമ്പേ കാണിച്ചു വെക്കാൻ ഇലക്ഷന് മുന്നേ നമ്മുടെ ഭാഗം ചെയ്താലും നമുക്ക് എന്ത് ഇവിടെ നേട്ടം ഉടനെ. ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ നമുക്കൊരു നേട്ടമില്ല. എങ്ങനെ വന്നു ഇങ്ങോട്ട്? ഇങ്ങോട്ട് നഗാസിനെ കൊടുത്തു. ഇവിടെ പിന്നെ ഇളങ്ങാട് വരെ എത്തിയാലേ നമുക്ക് പ്രയോജനമുള്ളൂ. പിന്നല്ലേ വലിയ ഭാഗം ചെയ്തു തീർന്നാൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ അത് ആ ഭാഗം അത് ചെയ്യട്ടെ, ചെയ്തിട്ട് ചെയ്യണം. ഈ കാരിക്കുപുറത്ത് കൊച്ച എളുപ്പമുണ്ടല്ലോ ഇങ്ങനെ. അതിന്റെ മണ്ടയിലേ അത് കണ്ടത് അതിന്റെ ആ ഇത് അതിന്റെ മണ്ടയിലൊന്ന് പോണം. ഞാൻ ഒരു ദിവസം പോയതാണ് ഇത്. അപ്പൊ എന്നാ വ്യൂ ആണെന്നറിയോ, ഞാൻ മറ്റേ ഒക്കെ വന്നത് ഇവിടം വരെ ആയിരിക്കും ഒന്നാം ഘട്ടം അല്ലേ? താഴെ ഈ ശകലഭാഗത്തങ്ങാണ്ട് പുതിയ കെട്ട് തള്ളിപ്പോയിട്ടെന്ന് പറഞ്ഞത്. बोलो भैया। रोड का काम अच्छा हुआ है। पूरा टाइम पहले पूरा खराब था, अभी रोड बना दिया है, जाने आने के लिए मुश्किल नहीं है, पूरा सही है।